ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു നോൺ വെജ് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ ഇന്നലെ തലേദിവസം തന്നെ ഗ്രാൻഡയിൽ വിളിച്ച് പറഞ്ഞിരുന്നു എനിക്ക് ഈ ഐറ്റംസൊക്കെ വേണമെന്ന്. ഞാൻ കൊഞ്ചൊരു 1/2 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചു. ദെൻ ഐ ഹാഡ് ഓർഡേർഡ് ഇത് നമ്മുടെ ചിക്കൻ. ഇത് 1/2 kg ആണ്. അതും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ഞാൻ കൊഞ്ച് കൊണ്ടൊരു റോസ്റ്റ് ഉണ്ടാക്കിയാലോ എന്നാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഞാൻ മീനും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് വെള്ളച്ചൂര. യു ഗെറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സോ ഞാൻ വെള്ളച്ചൂരയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. സോ ഇത് ഒരു 1/2 kg. സോ ഇത് ഞാൻ വിചാരിക്കുന്നു മാരിനേറ്റൊക്കെ ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്താൽ അടിപൊളിയായിരിക്കും. ചിലർ ചൂരക്കറി ഉണ്ടാക്കും. ബട്ട് ഐ തോട്ട് ചിക്കൻ കറി, നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ആൻഡ് മീൻ കൊണ്ടുള്ള ഒരു ഫ്രൈയോ ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, പിന്നെ കുറച്ച് നാരങ്ങ നീരും പിഴിഞ്ഞ് വെച്ചിട്ട് എല്ലാം ഞാൻ അതേ പ്രോസസ്സാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ ഫോർ ചിക്കൻ, ഈവൻ ഫോർ ഫിഷ് ആൻഡ് പ്രോൺസ്. ഇതെല്ലാം കൂടെ മാരിനേറ്റ് ചെയ്ത് നമ്മളിനി ഇത് ഫ്രീസറിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ എല്ലാ നോൺ വെജും ഇങ്ങനെ ഫ്രീസറിലാക്കി വെച്ചാൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫിഷും ഞാൻ എടുത്ത് ഇതിലേക്ക് വെക്കുകയാണ്. ദെൻ ചിക്കൻ ഓൾസോ. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരം ഒരു മണിക്കൂർ ഒക്കെ നമുക്ക് വയ്ക്കാം. എവറിത്തിങ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതിന് ഞാൻ നമ്മുടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പട്ട, ഗ്രാമ്പു ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴട്ട് വന്നത്. ഇത് ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിയണം, എന്നാലേ അതിൻ്റെ ഒരു യോജിപ്പുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇടുന്നതായിരിക്കും. ചിലർ ചിക്കൻ വേവിച്ചിട്ട് പിന്നിടും. പക്ഷേ ഞാനൊന്ന് ചിക്കൻ അങ്ങനെ ഇടുകയാണ് ഇതിലേക്ക്. വേവിച്ചിട്ടല്ല ഇടുന്നത്, ഇതിനകത്ത് തന്നെ കിടന്ന് വേവുമല്ലോ. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മുരിയട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളി ഏകദേശം നന്നായിട്ടിങ്ങനെ ട്രാൻസ്പെറൻറ്റ് ആ ഒരു സ്റ്റേറ്റിലെത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ. നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇവിടെയുണ്ട്. ഞാനൊരു 1.5 hour ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇനി നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ അങ്ങനെ ഞാൻ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തു, ഈ ഉള്ളി വഴറ്റിയതിനകത്തോട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൽ കിടന്നൊന്ന് വേവണം. ചിക്കനൊക്കെ പെട്ടെന്ന് വേവുണ്ട്. അപ്പം ഇതിന് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കന് ഓൾറെഡി അത് തന്നെ വെള്ളം പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് ചാറൊക്കെ വേണമെങ്കിൽ പിന്നെ നമുക്ക് ഈ മസാലാസൊക്കെ ആഡ് ചെയ്യത്തില്ലേ, അപ്പം നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാം. ഇപ്പം ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഓക്കെ, വയൽ ഞാൻ കുറച്ച് പുതിനയും പിന്നെ കൊറിയൻഡറും ഈ തക്കാളിയും കൂടെ ഞാനൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു കൊഴുപ്പ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെൻ്റെ ഒരു സ്റ്റൈലാണ്, ഇറ്റ്സ് ഓപ്ഷണൽ. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകും പെരിഞ്ചീരകവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഈ അരയ്ക്കുന്നതിലേക്ക്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇങ്ങനെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് ഗൈസ്, നല്ല സോഫ്റ്റായിട്ട്. അങ്ങനെ ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഈ കൊഞ്ച് ഫ്രൈ ചെയ്യാൻ പോവാണ്. റോസ്റ്റ് നമുക്ക് പിന്നെ ഉണ്ടാക്കാം. എൻ്റെ മനസ്സ് മാറി. ഐ ജസ്റ്റ് മെയ്ഡ് എ കോൾ ടു മൈ മോം. അപ്പോൾ മമ്മി പറഞ്ഞു, റോസ്റ്റ് എന്തിനാടി ഉണ്ടാക്കുന്നത്, അതിന് പകരം നീ ഫ്രൈ ചെയ്യ്. ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ പിന്നെ നീ എന്നാത്തിനാ റോസ്റ്റ്, അത് വേറൊരു ദിവസം നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, സോ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് മാറ്റി ഞാനിപ്പോൾ കൊഞ്ച് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഞാനിത് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഞാൻ ജസ്റ്റ് ഗോണ into this pan. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക. വൈകിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കൊഞ്ച്. അവളാണ് എന്നോട് പറഞ്ഞത്, അമ്മ കൊഞ്ച് മതി, മീനൊന്നും വേണ്ട. അതിന് ചിക്കനും വളരെ ഇഷ്ടമാണ് കേട്ടോ. ചിക്കൻ അവൾക്ക് ഞാൻ അവളെ കളിയാക്കാറുണ്ട്. കോഴിയൊക്കെ ജീവനോടെ പോയിട്ടുണ്ടെങ്കിലും അങ്ങ് അവൾ വേണമെങ്കിൽ അതിനെ പിടിച്ച് കഴിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് ചിക്കൻ. അതേപോലെ വൺ ഓഫ് ദ ഫേവറേറ്റാണ് അവളുടെ ഈ ഒരു കൊഞ്ച്. അതേമാതിരി അവളെല്ലാം നോൺ വെജും കഴിക്കും കേട്ടോ. ചില കുട്ടികൾക്ക് നോൺ വെജിനോട് അത്ര താല്പര്യമുണ്ട്. ഷീ ലൈക്സ് ഓൾ. കുഞ്ഞൻ ലൈക്സ് ഓൺലി ചിക്കൻ. ഇതും കഴിക്കും, ബട്ട് അത്ര വലിയ ഇതായിട്ട് പറഞ്ഞിട്ടില്ല. ചിക്കൻ വളരെ ഇഷ്ടമാണ്. അതും കറി വെച്ച ചിക്കനാണ് അവൻ്റെ ഫേവറേറ്റ്, നോട്ട് കബാബ് ഓർ ഫ്രൈ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനകത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാണാൻ ഞാൻ ഒരിച്ചിരി പോലും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു അല്ലേ ചിക്കന്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെ
ചിക്കനകത്തുള്ള വെള്ളം ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് അങ്ങ് വെന്തോളും. ഇനി കുറച്ചും കൂടെ ഒന്ന് വേവട്ടെ. ഓൾറെഡി ഇത് ജ്യൂസി ആയിട്ടുണ്ട്. ചെമ്മീൻ ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഒരു ഭാഗം ശരിയാകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതേമാതിരി ഇതിൻ്റെ പുറത്തൊക്കെ ചെറുതായിട്ടൊരു എന്താ പറയുക പെപ്പർ പൊടി ഇങ്ങനെ വിതറുന്നുണ്ട് ഗൈസ്. അതെന്തായാലും പെപ്പറിൻ്റെ ഒരു ഫ്ലേവർ നല്ലതാണ്. അപ്പോൾ താല്പര്യമുള്ളത് കേട്ടോ, ദിസ് ഇസ് ഓപ്ഷണൽ. ഇതെൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ലൈറ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കൊഞ്ച് ഫ്രൈ അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നത് കേട്ടോ. വെരി നൈസ്. കൊഞ്ച് എങ്ങനെ കഴിച്ചാലും സൂപ്പറല്ലേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എൻ്റെ വ്ളോഗ് കണ്ടിട്ടുണ്ടോ, പച്ച മാങ്ങയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതാ ഞാൻ എൻ്റെ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. സോ ഈ സീ ഫുഡ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ വേഗം പോയിട്ടൊന്ന് ഫ്രൈ ചെയ്യും കേട്ടോ. സോ ഏകദേശം നല്ലോണം വന്നിട്ടുണ്ട്. ആ മൊഴിഞ്ഞ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം കൂടെ വെച്ചിട്ട് നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചിക്കൻ കറി ഇതാ, നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നു. തക്കാളിയും ഗ്രീൻസും ഒക്കെ കൂടെ അരച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാനൊരു ഇച്ചിരി തേങ്ങയും കൂടെ ആഡ് ചെയ്തിരുന്നു. ഇനി നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഞാൻ അരച്ച് വെച്ച അരപ്പും അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, എരിവും ഒക്കെ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. സോ ഗ്രേവി ഒരുപാട് വേണ്ടവർ കുറച്ചും കൂടി വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്രേവി കൂട്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് തിളപ്പിക്കട്ടെ. അപ്പോൾ നമ്മുടെ കൊഞ്ചു കുട്ടന്മാരൊക്കെ ഓൾമോസ്റ്റ് ഇതാ സെറ്റായി ഗൈസ്. അടിപൊളി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് എടുക്കാം. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. ഇപ്പോൾ കൊഞ്ചിനൊക്കെ പെട്ടെന്നാണ് വേവ്. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റിയെടുത്തിട്ട് നമുക്കിനി മീൻ ഫ്രൈ ചെയ്യണ്ടേ. ഓക്കെ, സോ ഗൈസ് നമ്മുടെ കൊഞ്ച് ഫ്രൈ ഇസ് റെഡി. ഇനി അടുത്തത് ഞാൻ മീൻ വറക്കാൻ പോവാം. സെയിം എണ്ണയിലേക്കാണ് ഞാൻ എൻ്റെ മീൻ വറക്കാൻ പോകുന്നത്. ഇത് വെള്ളച്ചൂരയാണ്. സോ ഇത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ജസ്റ്റ് ഓൺ ഫ്രൈ. സോ എല്ലാം അതുപോലെ ഒരു ട്രിപ്പിൽ തന്നെ ഞാൻ വറക്കുക. സോ ഇനി ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തെ സൈഡിട്ട് കൊടുക്കുക. എൻ്റെ ചിക്കൻ കറി ഇതാ തിളച്ച് വരുന്നുണ്ട്. ഓ വാ 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 വാ. നന്നായിട്ട് മീൻ കിടന്ന് തിളക്കട്ടെ. ആ അരപ്പെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ലാസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഗൈസ് നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. വാവ്, ഇറ്റ്സ് സോ ജ്യൂസി. ചിക്കൻ ആൻഡ് ഓൾ എല്ലാം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കി. വെരി വെരി യമ്മി ഗൈസ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, അരച്ചാ ചേർന്നതെല്ലാം കൂടെ ഇതിൻ്റെ കൂടെ മിക്സായി. ഇറ്റ്സ് വെരി യമ്മി. സോ മൈ ചിക്കൻ കറി ഇതാ ചാറ് ഇത്രയുണ്ട്. ബിക്കോസ് ഇവിടെ ചാറ് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക്. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഈസ് റെഡി ഗൈസ്. എൻ്റെ മീൻ ഇവിടെ ഞാൻ ഒരു സൈഡ് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് കിടന്ന് മൊരിയട്ടെ. അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. സോ നമ്മുടെ ഓൾ നോൺ വെജ് ഇസ് റെഡി. അപ്പോൾ ഇത് ഞാനൊരു മിക്സ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ചിക്കൻ കറി, മീൻ ഫ്രൈ, പ്രോൺസ് ഫ്രൈ. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.